കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. TPM എന്ന കൾട്ടിന്റെ ദുരുപദേശ വ്യാഖ്യാന രീതികളെ കുറിച്ചും എന്തൊക്കെയാണ് അവരുടെ തിന്മകൾ എന്നതിനെ കുറിച്ചും നമ്മൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തു വരികയായിരുന്നു. 6 കൊല്ലങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം ഈ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ ആധികാരികമായി ഞാൻ പരാമർശിച്ചിരുന്ന കാര്യങ്ങളെയൊക്കെ വളരെ ആധികാരികമായി ചില വിഷയങ്ങൾ ഫോട്ടോസ് അടക്കം വെളിപ്പെടുത്തിക്കൊണ്ട് പ്രിയ ദേവദാസൻ വിശദീകരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. അത് ഞാൻ സംസാരിച്ചതിന്റെ അത്രയും കോളിളക്കം ഉണ്ടാക്കിയില്ല. കാരണം ഞാനൊരു TPM കാരനായിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞതിന് വളരെയധികം പ്രതിഷേധങ്ങൾ ഉണ്ടായി. പ്രതിഷേധങ്ങൾ നമുക്കൊരു പ്രശ്നമല്ല, പിണങ്ങിപ്പോക്കുകളും നമുക്കൊരു പ്രശ്നമല്ല. വചനാടിസ്ഥാനത്തിൽ പറയേണ്ടുന്ന കാര്യം പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആര് പിണങ്ങുന്നു ആര് ഇണങ്ങുന്നു ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഒരച്ഛൻ പറയുന്ന ഒരു വീഡിയോ ആണ്. അതിങ്ങനെയാണ്: എന്റെ പൗരോഹിത്യം ശുശ്രൂഷ പൗരോഹിത്യമാണ്. ഞാനൊരു മെത്രാനാണ്. ഒരു മെത്രാൻ എന്ന് പറഞ്ഞാൽ, ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ വലിയൊരു പ്രതിസന്ധി അറിയാതെ സഭയ്ക്കുള്ളില് ക്ലറിക്കലിസവും പ്രസ്ബിറ്ററോക്രസിയും വളർന്നു വന്നിട്ടുണ്ട്. അച്ഛന്മാരെന്ന് പറഞ്ഞാൽ എന്തോ വേറൊരു ദൈവമാണെന്നുള്ള രീതിയിൽ, മെത്രാൻ എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവം. അങ്ങനെ ഇല്ല. മാമോദീസയാണ് ഏറ്റവും പ്രാധാന്യമുള്ള കുദാശ. മാമോദീസയിലൂടെ എല്ലാവരും പൊതു പൗരോഹിത്യം സ്വീകരിച്ചവരാ. അവർ ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നത്. ആ ബലിക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് ഈ മെത്രാനോ അച്ഛനോ ഒക്കെ. അതിൽ കൂടെ റോളില്ല. ശുശ്രൂഷ പൗരോഹിത്യം തന്നെയാണ് അതിന്റെ പേര്. പൊതു പൗരോഹിത്യം എന്ന് പറയുന്നത് എല്ലാ മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കുള്ള പൗരോഹിത്യമാണ്. അതാണ് പ്രാധാന്യം. അത് എനിക്കുണ്ട്, മറ്റുള്ളവർക്കും ഉണ്ട്. പക്ഷെ ഇന്ന് അറിയാതെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ അമിതമായിട്ട് കൊടുക്കേണ്ടതിൽ ഉപരി ബഹുമാനം കൊടുത്തോട്ടെ, നല്ലതാണ്. പക്ഷെ കൊടുക്കേണ്ടതിൽ ഉപരി ബഹുമാനം കൊടുത്തുകൊണ്ട് ഇന്ന് അറിയാതെ ഈ അച്ഛന്മാരും മെത്രാന്മാരും ഇവർക്കിങ്ങനെ ഒരു ക്ലറിക്കലിസം, ഒരു രാജകീയ രീതിയിലേക്ക് ആൾക്കാർ കൊണ്ടുവന്ന, ഞാൻ പറയുന്നത് ആളുകൾ ചെയ്ത് തെറ്റാന്ന് പറയുന്നത്. ഞാൻ പണ്ടൊന്നും അതിനെ വിമർശിച്ചില്ല. പക്ഷേ ഇന്നിപ്പോ കുറച്ചു ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. അവരുടെ ദൗത്യം ഇവർ മനസ്സിലാക്കുന്നില്ല. ഓരോ അൽമായനും അവൻ കർത്താവിന്റെ പുരോഹിതനാണ്. പൊതു പൗരോഹിത്യം സ്വീകരിച്ച വ്യക്തിയാണ് മാമോദിസയിലൂടെ. അവനും കൂടി ചേർന്നാണ് ബലിയർപ്പിക്കുന്നത്. ഈശോ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കമാൻഡ്മെന്റ് ആണ്, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ആ സഭ ഒരുമിച്ച് ബലി അർപ്പിക്കുമ്പോൾ, യേശുവിനോട് ചേർന്ന് ബലി അർപ്പിക്കുമ്പോൾ അതില് ആ പുരോഹിത ഗണത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള ദൗത്യമാണ് മെത്രാന്. ഈ ചുമന്ന് അരക്കെട്ടൊക്കെ കെട്ടി അല്ലെങ്കിൽ തൊപ്പി വെച്ച് വടിക്ക് പിടിച്ച എന്തോ ഒരു രാജാവ് പോലെ ആയിട്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, ഒരു ടെമ്പറൽ തലത്തിലുള്ള ഒരു ചിന്ത ഇന്ന് ആളുകളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അറിയാതെ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് എന്തെങ്കിലും ഒരു പോരായ്മ ഞങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് അൽമായർക്ക് ഭയങ്കര ഉറപ്പാണ്. കാരണം നിങ്ങൾ വേറെ എന്തോ രീതിയിലേക്ക് ഞങ്ങളെ പറ്റി ചിന്തിച്ചിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ പോലൊരു സാധാരണ വ്യക്തിയാണ്, എല്ലാ ബലഹീനതകളുള്ള വ്യക്തിയാണ്. നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി സഭയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാ ദൈവവിളി നല്ലതാണ്. എന്റെ കുടുംബജീവിതം മോശമാണ്, അത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പൊതു പൗരോഹിത്യം എന്നുള്ള ചിന്ത ശരിക്കും ആഴത്തിൽ പതിഞ്ഞാൽ തന്നെ ഇന്നത്തെ പകുതി പ്രശ്നങ്ങൾ തീരും. ഇനിയെങ്കിലും ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ തന്നെ അച്ഛന്മാരുടെ മെത്രാന്മാരുടെ റോള് ഒന്ന് കുറച്ച് അത്രയും ഒരു രാജകീയ പദവി കൊടുക്കാതിരുന്നാൽ പകുതി പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സാധാരണ ഒരു ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തി, ആ ഒരു കാഴ്ചപ്പാട് ശരിക്കും എല്ലാവർക്കും എനിക്കും ഉണ്ടാവണത് ഉണ്ടായാൽ തന്നെ പകുതി പ്രശ്നം തീരും. ഈഗോ ക്ലാഷാണ്. ആ ഈഗോ ക്ലാഷിനെ അവസാനിപ്പിച്ചുകൊണ്ട് ഈശോയിലേക്ക് വരാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി. ഞാനൊന്നും ഈ വലിയെന്നുള്ള ചിന്ത വേണ്ട. ഈശോയാണ് വലുത്. അവൻ വളരണം, ഞാൻ കുറയണം. ഈ ഒരു വാചകം നേരം വെളുത്ത അന്ത്യാവോളം ഉരുവിട്ട എല്ലാ പ്രശ്നവും തീരുന്ന എനിക്ക് തോന്നുന്നു. ഈശോ മാറി, ഈഗോ കയറി. ഇതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ഈ വലിയ ഉതപ്പ് ഇല്ലാതാക്കാനായിട്ടും പരിശ്രമിക്കണം, കൂട്ടായ്മ വളർത്തിയെടുക്കണം. അതാണ് തോമാസ് ലീഹ നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസ പൈതൃകം. അതോട് ഉറച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി. ഇതിനകത്ത് അച്ഛൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പൗരോഹിത്യം എന്ന് പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമല്ല. 2, അൽമായരെക്കാൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെക്കാൾ പൗരോഹിത്യമുണ്ട് എന്ന് പറയുന്ന ആളിന് വലിയ ശ്രേഷ്ഠതയൊന്നും ഇല്ല. 3, ശുശ്രൂഷയ്ക്ക് വേണ്ടി
പുരോഹിതന്മാരായി നമ്മളെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇതിന്റെ വലിയ സംഭവമൊന്നുമല്ല. ഇന്ന് പൊതുവിൽ ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞാൽ സാധാരണ വിശ്വാസികളെക്കാൾ ഏതാണ്ട് കൂടിയവരാണ് എന്നും അവർ ദൈവത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരാണ് എന്നും അച്ഛന്റെ ഭാഷയിൽ അവർ തന്നെ കുട്ടി ദൈവങ്ങളായി അഭിനയിക്കുന്ന തലത്തിലേക്ക് കഥ മാറിയിരിക്കുന്നു എന്നുമാണ് പരാമർശം. ഈ കാര്യം നമ്മൾ വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണം. പുരോഹിതനായി ഒരാളെ തിരഞ്ഞെടുത്താൽ അയാളുടെ ജോലി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അയാൾ കൂടിയ കാറ്റഗറിയിൽപ്പെട്ടയാളൊന്നുമല്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ ചേട്ടൻപുള്ളിയായി റോമൻ കാത്തലിക്സ് അംഗീകരിച്ചിരിക്കുന്ന പത്രോസ്ലീഹന്റെ വാക്കുകൾ എടുത്താൽ, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളോ, വിശ്വാസികളെ പറയുകയാണ്, അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്കും നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. വി ആർ റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ രാജകീയ പൗരോഹിത്യമുള്ളവരാണ്. സകല വിശ്വാസിയെയും കുറിച്ചാണ് ഈ പരാമർശം. പക്ഷെ TPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുരുപദേശം കയറി നിൽക്കുന്നത് എവിടെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യത്തിന്റെ പൊരുളാണ് TPM പൗരോഹിത്യം എന്നാണ് ഇവരുടെ വയ്പ്. നാമധേയ സഭകളിൽ, റോമൻ കാത്തലിക് അടക്കമുള്ള മറ്റു സഭകളിൽ പൗരോഹിത്യം നിലനിൽക്കുന്നത് പോലെ തന്നെയാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ ഈ TPM-നകത്ത് പൗരോഹിത്യം നിലനിർത്തിയിരിക്കുന്നത്. ഈ പൗരോഹിത്യം വചനവിരുദ്ധമാണ്. ക്രിസ്തു ചെയ്ത ശുശ്രൂഷ ഏതാണ്ട് തികയാത്തത് കൊണ്ട് ഇവർ അതിനെ പൂർത്തീകരിക്കാൻ നിൽക്കുന്ന മട്ടിലാണ് ഇവരുടെ മട്ടും ഭാവവും. ഇവകൾ എല്ലാം ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ പകിട്ട് കുറയ്ക്കാനുള്ള ശ്രമമാണെന്നറിയണം. ക്രിസ്തുവിനോടൊപ്പം ഇവരും ഉയരാനുള്ള ശ്രമം നടത്തുന്നത് പൈശാചികമാണെന്നും തിരിച്ചറിയണം. ഇവരുടെ പുസ്തകം വായിച്ചാൽ ഇതിന്റെ രസം മനസ്സിലാവും. പുതിയ നിയമ ശുശ്രൂഷ എന്ന പുസ്തകത്തിൽ 25-ാമത്തെ പേജ് മഹാപുരോഹിതനെ കുറിച്ച് പറയുകയാണ്. മഹാപുരോഹിതന് സമാഗമന കൂടാരത്തിലെ 3 ഭാഗത്തും പോകുന്നതിനുള്ള യോഗ്യതയുണ്ടായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ ആണ്ടിൽ 1 പ്രാവശ്യം മാത്രം പ്രവേശിക്കാം. മഹാപുരോഹിതന്റെ മുഖ്യമായ ചുമതലകൾ പുരോഹിതന്മാർക്കും ലേവ്യർക്കും മറ്റ് ഇസ്രായേൽ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുക, അവർക്ക് വേണ്ടി യാഗങ്ങൾ അർപ്പിക്കുക, അവരെ വിശുദ്ധീകരിക്കുക എന്നീ ശുശ്രൂഷകൾ ആയിരുന്നു. ഇനി ശ്രദ്ധിക്കണം, പഴയ നിയമ മഹാപുരോഹിതൻ ക്രിസ്തു എന്ന നമ്മുടെ സ്വർഗീയ മഹാപുരോഹിതന് നിഴലാണ്. വലിയ കുഴപ്പമില്ല. അടുത്തതാണ് പ്രശ്നം. മാത്രമല്ല, സഭകൾ അപ്പോസ്തലന്മാർക്കും സഭാ നടത്തിപ്പുകാർക്കും നിഴലാണ്. അതെങ്ങനെയാണെന്നാണ് പിടികിട്ടാത്തത്. കർത്താവായ യേശുക്രിസ്തുവിന് നിഴലാണ് പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സുഖമുണ്ട്. കാരണം വചനത്തിൽ പറയുന്നുണ്ട്, പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാർക്ക് അവർക്ക് വേണ്ടി തന്നെ യാഗങ്ങൾ കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം അവർ വിശുദ്ധന്മാരല്ല എന്ന് പറഞ്ഞാൽ, ലേവ്യ പൗരോഹിത്യ പ്രകാരം നമുക്കുണ്ടായിരുന്ന പുരോഹിതന്മാർക്ക് ദൈവസന്നിധിയിൽ പ്രവേശിക്കണമെങ്കിൽ അവരുടെ വിശുദ്ധീകരണത്തിന് തന്നെ യാഗങ്ങൾ ആവശ്യമായിരുന്നു എന്നും എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 23-ൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്: മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാണ്. ഇവനോ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്നേക്കും ഇരിക്കുന്ന മാറാത്ത പൗരോഹിത്യം പ്രാപിച്ചയാളാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെല്ലാം യേശുക്രിസ്തുവിന്റെ പുരോഹിതന്മാരാണെന്നും പറഞ്ഞ് ഇവിടെ ചൂട്ടും കിട്ടി നടക്കുന്നത്? ക്രിസ്തു ഒരിക്കലായി എല്ലാവർക്കു വേണ്ടിയും പാപപരിഹാരം വരുത്തിയെങ്കിൽ ഇവർക്ക് എന്താണ് പണി? 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേ: അതുകൊണ്ട് താൻ മുഖാന്തിരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി
പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. സദാ പക്ഷപാതം ചെയ്യുവാൻ എല്ലാ കാലത്തും ജീവിക്കുന്നവനായ കർത്താവായ യേശുക്രിസ്തു ഇരിക്കുമ്പോൾ എന്തിനാണ് ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് ഇവർ ഏതാണ്ട് മെച്ചപ്പെട്ടവരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയുള്ളത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. യേശുക്രിസ്തുവിന്റെ വിശുദ്ധി തികയാത്തത് കൊണ്ടാണോ ഇവർ ഏതാണ്ട് പുരോഹിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇവരുടെ കല്യാണം കഴിക്കാതെയുള്ള ഈ നടപ്പ് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ ഇവരുടെ വിശ്വാസികളെ വിളിച്ച് ചോദിക്കുന്നത്, പൗലോസ് കല്യാണം കഴിച്ചിട്ടുണ്ടോ? അതിന്റെ കാര്യങ്ങൾ തെളിയിച്ചു വരുമ്പോൾ ഇവർ പറയുന്നത്, യേശുക്രിസ്തു കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇവന്മാരെന്താ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ വാക്ക് ചെയ്യാനാണ് നടക്കുന്നത്? യേശുക്രിസ്തു ഒരിക്കലായി ഭൂമിയിൽ വന്നു. ഇനി യേശുക്രിസ്തുവിന്റെ കുട ആരും പിടിച്ചോണ്ട് നടക്കേണ്ട കാര്യമില്ല. ആ രക്ഷ മറ്റു ജനത്തിലേക്ക് എത്തിക്കുക മാത്രമേ നമ്മുടെ ജോലിയുള്ളൂ. ആ പൗരോഹിത്യത്തിൽ പങ്കുചേരുക നമ്മുടെ പണിയല്ല. ആ ക്രൂശീകരണത്തിൽ പങ്കുചേരുക നമ്മുടെ പണിയല്ല. എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നതിൽ നമുക്ക് പങ്കില്ലെന്നാ ഉദ്ദേശിച്ചേ. ഞാൻ പറഞ്ഞത് ഗ്രഹിക്കുന്നുണ്ടോ? ക്രൂശ് ചുമക്കുക എന്നുള്ളത് നമ്മുടെ പണിയായിരിക്കുമ്പോൾ തന്നെ ജനത്തെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു ക്രൂശ് ചുമന്നതിൽ നമ്മളും കൂടെ ചെന്ന് അതിന്റെ താടിക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് 27-ാം വാക്യത്തിൽ പറയുന്നത്, ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതനാക്കുന്നു, ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പുരോഹിതനും മഹാപുരോഹിതനുമായി തീർന്നിരിക്കെ പുസ്തകം അടിച്ചിറക്കി ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്, പഴയ നിയമ പുരോഹിതന്മാർ യേശുവിന് നിഴലായിരുന്നു, അതുപോലെ അപ്പോസ്തലന്മാർക്ക് നിഴലായിരുന്നു, അതുപോലെ നടത്തിപ്പുകാരായ ഇവർക്ക് നിഴലായിരിക്കുന്നു. നിങ്ങൾ സംഘടനാ നടത്തിപ്പുകാരെന്നുള്ള കാര്യം സമ്മതിച്ചു. TPM എന്ന സംഘടനയുടെ നടത്തിപ്പുകാരായിരിക്കാൻ നിങ്ങൾക്ക് കല്യാണം കഴിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്തുകൊള്ളൂ. പക്ഷെ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയെന്നും പറഞ്ഞ് വാലും പൊക്കിക്കൊണ്ട് വരണ്ട. അതിന് വചനത്തിൽ യാതൊരു കാര്യവുമില്ല. അടുത്ത തമാശ കേൾക്കൂ. തൊട്ടടുത്ത വാക്യം കൊണ്ട് സ്ഥാപിക്കുന്നത്, സഭകൾ സ്ഥാപിച്ച വിശുദ്ധ പൗലോസിന് സർവസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുണ്ടായിരുന്നു. ആദ്യ നൂറ്റാണ്ടിലെ ഓരോ സഭയ്ക്കും പ്രത്യേകം ശുശ്രൂഷകന്മാരും ഇടയന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എല്ലാ സഭകളുടെയും നടത്തിപ്പിന്റെ ചുമതല വഹിച്ചിരുന്നു. പൗലോസ് എല്ലാ സഭയുടെയും നടത്തിപ്പിന്റെ ചുമതലയൊന്നും വഹിച്ചിട്ടില്ല. പൗലോസ് സ്ഥാപിച്ച സഭകളോട് സ്വാഭാവികമായ കൂറ് പൗലോസിനുണ്ടായിരുന്നു. സഭകളെ കുറിച്ചുള്ള ആത്മഭാരം പൗലോസിനുണ്ടെന്ന് പറയുമ്പോൾ ഈ വിട്ടും വിറ്റും നടക്കുന്ന ഇവർക്ക് എന്ത് ആത്മഭാരമാണുള്ളത്? ഇന്ന് എരുത്താവൂര് പോകാൻ പറഞ്ഞാൽ ഇന്ന് എരുത്താവൂര് പോകണം, നാളെ കാട്ടാക്കട പോകാൻ പറഞ്ഞാൽ നാളെ കാട്ടാക്കട പോകാൻ പോകണം, അടുത്ത ദിവസം തൃക്കണ്ണമംഗലി പോകാൻ പറഞ്ഞാൽ തൃക്കണ്ണമംഗലി പോകണം. നിങ്ങൾക്ക് ഏത് വിശ്വാസിയെ കുറിച്ചാണ് ഭാരമുള്ളത്? എന്ത് ഭാരമാണുള്ളത്? ആരോടാണ് നിങ്ങൾക്ക് പ്രതിബദ്ധതയുള്ളത്? നിങ്ങൾക്കൊരു ചുക്കുമില്ല. നിങ്ങളിങ്ങനെ ചുമ്മാ തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ഇതല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയത്തക്ക യാതൊന്നുമില്ല. അപ്പോസ്തലന്മാരെന്ന് പറയുമ്പോൾ അയക്കപ്പെട്ടവരാണ്. നിങ്ങൾ എവിടെ അയച്ചെന്നായി പറയുന്നേ? നിങ്ങളുടെ നടത്തിപ്പുകാർ മറ്റൊരു സഭ നടത്താൻ വേണ്ടി നിങ്ങളെ പറഞ്ഞു വിടുന്നു, അത് നടത്തുന്നു. നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. വെറും 100 150 വിശ്വാസികളുള്ള ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് 2 3 മാസം ഇരിക്കാൻ ഇത്രയും പെണ്ണുകെട്ടത് നടക്കേണ്ട കാര്യമുണ്ടോ? അതാണ് ഇവിടുത്തെ ചോദ്യം. ഇതിന് വചനത്തിലെ പൗരോഹിത്യവുമായിട്ട് എന്ത് ബന്ധമെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നത്? വാസ്തവത്തിൽ വചനത്തിൽ എങ്ങുമില്ലാത്ത തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏതാണ്ട് വലിയ കാര്യം ചെയ്യുന്നു എന്ന് അഭിനയിച്ചുകൊണ്ട് ഈ പാവം ജനത്തെ നിങ്ങൾ കബളിപ്പിക്കുകയാണ്. ഇതിന്റെ ഒടുവിൽ പറയുകയാണ്, ചുരുക്കി പറഞ്ഞാൽ നാം ദൈവത്തിന്റെ സഭയിൽ പുതിയ ശുശ്രൂഷകരെയും സാധാരണ ശുശ്രൂഷകരെയും മൂപ്പന്മാരെയും ഇടയന്മാരെയും അപ്പോസ്തലന്മാരെയും കാണുന്നു. തന്റെ ശുശ്രൂഷകൾ ഒരേ കാര്യം
തന്റെ ശുശ്രൂഷകർ ഒരേ കാര്യം ഉപദേശിക്കണമെന്നും തമ്മിൽ യോജിച്ച് ശുശ്രൂഷ ചെയ്യണമെന്നും അവരവരുടെ മേൽ നടത്തിപ്പുകാരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണമെന്നും ദൈവം പ്രതീക്ഷിക്കുന്നു. ഇതൊന്നും ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഇവരുണ്ടാക്കിയ കെട്ടുകഥകളാണ്. അപ്രകാരം ചെയ്താൽ അവരുടെ ശുശ്രൂഷ പൂർണ്ണമായും ദൈവാനുഗ്രഹമുള്ളതും വിജയപ്രദവുമായിരിക്കും. സംഘടനയ്ക്ക് ഇതൊക്കെ കൊള്ളായിരിക്കും എന്നുള്ള കാര്യം വളരെ യാഥാർത്ഥ്യമാണ്. സംഘടനാ കാര്യം പറയുമ്പോൾ സംഘടനാ കാര്യം പറയുക. ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ നിങ്ങൾ പൗലോസ് ജീവിച്ചതുപോലെ റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല. പൗലോസ് വിഭാഗം കഴിക്കാതെ ശുശ്രൂഷിച്ചത്. പൗലോസ് യാത്രയിലാണ് ഫുൾ. നിങ്ങൾക്ക് എന്ത് യാത്ര? പൗലോസ് വില കൊടുത്ത് സഭകൾ സ്ഥാപിച്ചുകൊണ്ടേ പോവുകയാണ്. നിങ്ങൾ എന്ത് സഭ സ്ഥാപിക്കുന്നു അല്ലേ? പണ്ടൊരിക്കൽ ഒരു ഉപദേശി പ്രസംഗിക്കുന്നതിന്റെ ഒരു വീഡിയോ കേട്ടു. അത് എന്റെ വീഡിയോസ് ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് സ്വന്തമായി വീടുകളില്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, ഞങ്ങളെല്ലാം വിട്ടിരിക്കുന്നു. പത്രോസ് ചോദിച്ചു, ഞങ്ങൾ ഇതെല്ലാം വിട്ടു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയിൽ വസ്തുവകകൾ വിട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളിവിടെ സഹോദരങ്ങളെ വിട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളിവിടെ വീടുകളെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അനേകം വീടുകളെ തരും. അപ്പൊ ഉപദേശി പ്രസംഗിക്കുകയാണ്, ഞങ്ങളെ തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് വിടും, ഞങ്ങൾക്ക് നെയ്യാറ്റിൻകരയിൽ വീടുണ്ട്, പക്ഷെ അത് ഞങ്ങളുടെ സ്വന്തം വീടല്ല, പക്ഷെ ഞങ്ങൾക്ക് സ്വന്തം എന്നതുപോലെ താമസിക്കാം. അവിടെ നിന്ന് കളിയിക്കവളയ്ക്ക് വിട്ടാൽ അവിടെ വീടുണ്ട്, അവിടെ നിന്ന് കൊട്ടാരക്കരയ്ക്ക് വിട്ടാൽ അവിടെ വീടുണ്ട്, അവിടെ നിന്ന് തിരുവല്ലാക്കി വിട്ടാൽ അവിടെ വീടുണ്ട്. നിങ്ങൾ എന്ത് വിട്ടെന്നാണ് ഈ പറയുന്നത്? നിങ്ങളിതെല്ലാം കൂടി സംഘടനയ്ക്ക് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ സംഘടനയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ. എന്ത് വിട്ടെന്നായി പറയുന്നത്? നിങ്ങളൊരു പിണ്ണേക്കും വിട്ടില്ല. ഈ പാവങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതല്ലാതെ നിങ്ങൾ ഏതാണ്ട് മൽക്കീസദേക്കിന്റെ പൗരോഹിത്യമുള്ളവരാണ്. എന്ത് കാര്യം ഉണ്ടെന്നായി പറയുന്നത്? വചനത്തിൽ പറയുന്നത് ലേവ്യ പൗരോഹിത്യം ബലഹീനമായത് കൊണ്ട് വംശാവലി പ്രകാരമല്ലാതെ ഒരാളെ ക്രിസ്തുവിനെ യഹൂദാ ഗോത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് മഹാപുരോഹിതനാക്കി മാറ്റിയിരിക്കുന്നു. ഇവിടെ മൽക്കീസദേക്ക് എന്നും പറഞ്ഞ് തെക്കും വടക്കും പറഞ്ഞുകൂടാത്തവന്മാർ ഇറങ്ങി നടക്കുകയാണ്. നേരത്തെ പറഞ്ഞ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവരൊക്കെ 12-13 കൊല്ലം അഭ്യസനം നടത്തി വചനം ശരിക്ക് പഠിച്ചതിന് ശേഷം സഭയുടെ ശുശ്രൂഷകനായിട്ടിരിക്കുമ്പോൾ പോലും അവർ പറയുന്നു പൗരോഹിത്യമേതുമില്ല. ഇവിടെ ഒരു യൂത്ത് ക്യാമ്പിന് പോകുന്നു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ജുബയും മുണ്ടും മേടിച്ചു കൊടുക്കുന്നു, വീട്ടിൽ കൊണ്ടുവന്നൊരു പ്രാർത്ഥനയും നടത്തി അവരെ വിളിച്ചുകൊണ്ട് പോയി പിറ്റം തൊട്ട് അവർ അപ്പച്ചന്മാരാവുകയാണ്. ഇവർക്ക് എന്ത് ചുക്ക അറിയാന്നാ പറയുന്നേ? 10ാം ക്ലാസ് തോറ്റവനും അതിനകത്തുണ്ട്, ഡിഗ്രിക്കാരനുമുണ്ട്, ഡോക്ടറേറ്റ് MBBS പഠിച്ചവരും ഉണ്ടാവാം. MBBS പഠിച്ചവനെ ഡോക്ടറാക്കാനേ കൊള്ളാവൂ. വചനം പഠിക്കാത്തവനെ എങ്ങനെ ശുശ്രൂഷകനാക്കാൻ കൊള്ളാം? അതുകൊണ്ട് തെക്കും വടക്കും അറിയാൻ മേലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ജനത്തെ കളിപ്പിക്കുന്ന നിങ്ങള് സമ്മതിച്ചിരിക്കുന്നു. ഈ ജനത്തെ കളിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നത് ഒരു വല്ലാത്ത കഴിവ് തന്നെയാണ്. അതൊരു മികവ് തന്നെയാണ്. ബുദ്ധിമാന്മാരായും നല്ല വിദ്യാഭ്യാസമുള്ളവരുമായ ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവന്ന് കണ്ണുകെട്ടി നിങ്ങളുടെ മുമ്പിലിരുത്തി കളിപ്പിക്കുന്നത് അവർക്ക് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നതിൽ എനിക്ക് ഖേദമൊന്നുമില്ല. കാരണം ഈ ജനത്തിന് ഇത് മതി. വചനം എന്താണെന്ന് തിരിച്ചറിയാൻ നിവർത്തിയില്ലാതെ പോകുന്ന ഈ ജാതി ഇതിനിത് മതി. കഴിഞ്ഞ ദിവസം ഞാനൊരു CSI കുടുംബത്തിൽ പോയി സംസാരിക്കുവാൻ. അവരിപ്പോൾ എന്റെ വിശ്വാസികളാണ്. അപ്പൊ ഞാൻ അവരുടെ വീട്ടിൽ പോയി. അപ്പൊ എന്റെ അടുത്ത് പറയാണ്, പാസ്റ്ററെ, ഞാൻ ഇപ്പോഴാണ് ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ അറിയണം, ഒരു 57-60 വയസ്സ് വരും അവർക്ക്. ഞാൻ ഇപ്പോഴാണ് ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. എന്നോട് പറഞ്ഞു, ഇപ്പോഴാണ് ഞാൻ ബൈബിൾ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ എനിക്കിത് മടിയായിരുന്നു. ഇത്രയും കാലം ഒരു പൗരോഹിത്യത്തിന്റെ കീഴിലിരുന്ന് മനുഷ്യൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് എന്റെ കൂടെ 6-7 മാസങ്ങൾ ബൈബിൾ ക്ലാസ്സിന് വരാൻ തുടങ്ങിയതിനു ശേഷമാണ്. കാര്യമെന്ത് മനസ്സിലായി? അവരുടെ മുഖമൊന്ന് വിടർന്നു കണ്ടത്, വീടിനകത്തൊരു വെളിച്ചം കണ്ടത് അവർ വചനം വായിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ്. അവർ വചനം പഠിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ്. പാപബോധം വന്നവർ കരയാൻ തുടങ്ങിയത് വചനം വായിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ്. ഈ TPM-നകത്തുള്ള എത്ര പേർക്ക് നേരെ വചനം വായിക്കാൻ അറിയാം? ഈ ബൈബിൾ എന്താണ് എന്ന്
TPM-ലുള്ള എത്ര ശുശ്രൂഷകർക്കറിയാം? അവർ പറയുന്നല്ലോ ബൈബിൾ വലിയ സംഭവമാണ്, ഇത് പഠിക്കേണ്ടതില്ല, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നാണെന്നെങ്കിലും അറിയാമോ? അല്ലേ? ട്രാൻസ്ലേറ്റ് ചെയ്ത് വരണമെങ്കിൽ അതിന്റെ ഭാഷ അറിയണമെന്നുള്ളത് അറിയാവോ? ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഇതിന്റെ പശ്ചാത്തലമെങ്കിലും അറിയണമെന്നുള്ളത് അറിയാവോ? തെക്കും വടക്കും ഒന്നും അറിയാതെ വാക്യങ്ങളുടെ എല്ലാം മൂലകളും മുക്കും എടുത്തു വെച്ചിട്ട് വിശദീകരണം നടത്തി ജനത്തെ കബളിപ്പിക്കുന്ന ഒരു കൊള്ള എന്നുള്ള നിലവാരമുള്ള ഒരു കൾട്ടാണ് TPM എന്ന് തിരിച്ചറിയുന്നതിൽ ഖേദമുണ്ടെങ്കിലും ഇത് വിളിച്ചു പറയാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. ഒരുപാട് ജനം രക്ഷപ്പെടുന്നുണ്ട്. എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. കൾട്ട് ഉപേക്ഷിച്ച് മറ്റ് പലയിടത്തേക്കും പോകുന്നതായി പലരും വിളിച്ചറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും ദൈവം ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് അഡിക്റ്റായി കിടക്കുന്ന സാമ്പാർ ഇറച്ചി തിന്നുകൊണ്ട് അവിടെ കിടക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ബോധമുള്ളവൻ രക്ഷപ്പെടട്ടെ, വചനം വായിക്കാൻ ത്രാണിയുള്ളവൻ രക്ഷപ്പെടട്ടെ. അല്ലാതെ ഇതാണ് പൗരോഹിത്യം എന്ന് പറഞ്ഞ് കണ്ണടച്ചു പിടിച്ച് നടക്കുന്നവരെ നമുക്ക് രക്ഷപ്പെടുത്താനാവില്ല. അറിയിക്കുക നമ്മുടെ ഉത്തരവാദിത്വം മാത്രമാണ്. ഈ പുതിയ നിയമ ശുശ്രൂഷ എന്ന പുസ്തകത്തിനകത്ത് ഇവരുപയോഗിച്ചിരിക്കുന്ന ഒരൊറ്റ വാക്യം പോലും ശുശ്രൂഷകർക്ക് വേണ്ടി പറയുന്ന വാക്യങ്ങളല്ല. ഈ വാക്യങ്ങൾ മുഴുവൻ സാധാരണ വിശ്വാസിക്ക് പറയുന്ന വാക്യങ്ങളാണ്. സാധാരണ വിശ്വാസിക്ക് പറയുന്ന വാക്യങ്ങളിൽ ചിലതെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് ശുശ്രൂഷകനാണെന്ന് പറഞ്ഞ് ഇവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ആ കഴിവ് തന്നെ ഒരു വല്ലാത്ത കഴിവാണ്. ഉദാഹരണം പറഞ്ഞു തരാം. ഇതിൽ 28-ാമത്തെ പേജിൽ സർവാംഗം ക്ഷൗരം ചെയ്യണം. ആർക്ക്? പുരോഹിതന്. ജഡവും ആത്മാവും തമ്മിൽ വിരോധമായി പോരാടുന്നു. ജഡം സ്വയത്തോട് ബന്ധപ്പെട്ടവയെയും ഹീനമായ മോഹങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ജീവിതത്തെയും ജഡചിന്തയെയും കുറിക്കുന്നു. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവർ ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനനുസരിച്ച് നടക്കണം. ഇതാ ഞാൻ പറഞ്ഞത്. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരല്ല, എല്ലാവരും ജഡത്തെയല്ല ആത്മാവിനനുസരിച്ച് നടക്കണം. അപ്പൊ ഇവര് പറയുന്നത് ശുശ്രൂഷകർ ആത്മാവിനനുസരിച്ച് നടക്കണം. ശുശ്രൂഷകർക്ക് സെപ്പറേറ്റ് ഇവിടെ വചനമില്ല. അടുത്ത് പറയാ, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ഇത് വിശ്വാസിക്കും യോഗ്യമായ വചനമാണ്. അടുത്ത് പറയാ, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഇത് ആർക്കുള്ളതാ? ഇത് വിശ്വാസിക്കുള്ളതാ. അടുത്ത് പറയാ, വസ്ത്രം അലക്കണം. കരാചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുക. എഫേസ്യ ലേഖനം 5-25-27 എന്നത് തന്നെയാണ് പുതിയ നിയമ ശുശ്രൂഷയുടെ ഉദ്ദേശവും വേലയും. ദൈവത്തിന്റെ ശുശ്രൂഷകർ അത് ചെയ്യുവാനായി തങ്ങളുടെ ആത്മീകവും ശുശ്രൂഷാപരവുമായ വസ്ത്രങ്ങളെ ജഡത്താൽ കറപിടിക്കാതെ വണ്ണം കാത്തുകൊള്ളണം. അതിന്റെ അർത്ഥം എന്തുവാ? ആ ചാപ്റ്ററിന്റെ ഏറ്റവും ഒടുവിൽ 4-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിൽ സംക്ഷേപം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യം പറയുന്നു, കേൾക്കാം. ലേവ്യരുടെ ആചാരപരമായ ശുദ്ധീകരണം, അവർ അർപ്പിക്കേണ്ടിയിരുന്ന യാഗങ്ങൾ, ഇവയിൽ നിന്ന് പുതിയ നിയമസഭയിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവരെ കുറിച്ച് ദൈവം കൽപ്പിച്ചിട്ടുള്ള ക്രമീകരണ വ്യവസ്ഥകൾ ഇവയത്രേ. ഭയങ്കര സംഭവമാണ്, കേട്ടോളൂ. അവർ ശുദ്ധ മനസാക്ഷിയോടെ ജീവിക്കുന്നതിനും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിനും സ്വയം അഭ്യസിച്ചിരിക്കണം. നല്ല കാര്യമാണേ. ഇവർക്ക് എന്ത് അഭ്യാസമാണുള്ളത്? ഇവരെന്ത് അഭ്യാസമാണ് പ്രാപിച്ചിട്ടുള്ളത്? അപ്പച്ചന്മാരുടെ ബാഗ് തൂക്കിക്കൊണ്ട് നടക്കുന്നു, ചെരുപ്പ് തൂക്കിക്കൊണ്ട് നടക്കുന്നു. ഇതാണ് അഭ്യാസം. തിരുവഴുത്ത് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നെങ്കിലും പഠിക്കണ്ടേ? ഇതിന്റെ അത്യാവശ്യം മൂലഭാഷയെങ്കിലും പഠിക്കണ്ടേ? ഇതിലെ ഓരോ പുസ്തകം എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നുള്ള ഹെർമന്യൂട്ടിക്സ് എങ്കിലും പഠിക്കണ്ടേ? ഇതിനെ എങ്ങനെ അവതരിപ്പിക്കണമെന്നുള്ള ഹോമലിറ്റിക്സ് എങ്കിലും പഠിക്കണ്ടേ? ഇതിന്റെ അടിസ്ഥാനപരമായ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടേ? ഇതൊന്നുമില്ലാതെ ഈ പുസ്തകം എടുത്ത് കക്ഷത്ത് വെച്ചുകൊണ്ട് കുറെ പെന്തക്കോസ്തുകാർ ഇറക്കിയ കുറെ പുസ്തകങ്ങളും വാങ്ങിച്ച് വായിച്ചു വെച്ചുകൊണ്ട് ഈ തലതിരിഞ്ഞ ഉപദേശം തന്നെ ഈ ജനത്തെ പഠിപ്പിച്ച് എന്തിനാണ് ജനത്തെ കബളിപ്പിക്കുന്നത്? കേട്ടോണ്ടിരിക്കുന്ന ജനത്തിനെങ്കിലും വെളിവ് വേണ്ടേ? 2, അവർ ജഡബന്ധങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ചിരിക്കണം. അപ്പനമ്മയും വിട്ട് വീട്ടിൽ ചെന്നിരിക്കുന്നതാണ് വലിയ കാര്യം. അവർ വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിക്കണം. വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് വിശുദ്ധ ജീവിതം എന്ന ഇവരുടെ വിചാരം. പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം വളരെ കൃത്യമായി
ഇവരുടെ വിഷയങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ മേഖല തൊടാൻ ആഗ്രഹിച്ച ആളല്ല. എങ്കിലും കനകരാജ് പാസ്റ്ററെ ഇവർ കൊല്ലാനുണ്ടായ കാരണം വിശ്വാസ ഭവനത്തിനകത്ത് നടന്ന ഒരു ചടങ്ങ് ആ മനുഷ്യൻ കണ്ടു എന്ന കാരണത്താലാണ്. അതിന്റെ ഡീറ്റെയിൽസ് അനിൽക്കൊടുത്തോട്ടും പറയുന്നുണ്ട്. അപ്പൊ വിശ്വാസ ഭവനത്തിനകത്ത് ഏതാണ്ട് സിസ്റ്റർ നിലവാരത്തിലുള്ളവരെ മദറാക്കുന്ന ചടങ്ങ് നടന്നത് അയാൾ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് അയാളെ കൊല്ലാൻ വേണ്ടി അയാൾക്ക് വിഷം കൊടുക്കാൻ ശ്രമിച്ചു എന്നാണ് ആ വീഡിയോയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അയാള് വീട്ടിൽ നിന്ന് വിശ്വാസ ഭവനത്തിൽ നിന്ന് ആഹാരം കഴിക്കാൻ അയാൾക്ക് വിശ്വാസമില്ലാതെ വന്നു. ഒടുവിൽ ഷഡന്മാർ 2-3 പേർ ചേർന്ന് ഈ മനുഷ്യനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. അയാളുടെ തലയില്, അയാളുടെ മുഖത്ത് തലയിണ വെച്ച് അമർത്തി അതിന്റെ പുറത്ത് കയറിയിരുന്ന് അയാളുടെ മരണം സ്ഥിരീകരിച്ചു. അതിൽ അയാളുടെ പല്ലിളകിപ്പോയി. അവസാനം ശവമടക്കാൻ കൊണ്ടുപോകുന്ന വഴിക്ക് പോലീസ് തടയുന്നു. CBI അന്വേഷണം വരുന്നു. വിശുദ്ധനും തിരഞ്ഞെടുക്കപ്പെട്ടവനും വിറ്റവനും വിട്ടവനും ഷണ്ണനുമായവൻ ഇന്ന് ജയിലിൽ കിടന്ന് അഴിയെണ്ണുകയാണ്. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. ഞാൻ പാസ്റ്റർ ആമോസിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അയാൾ ഇതുപോലെ കൊല്ലപ്പെട്ട ഒരാളുടെ ശവമടക്കാൻ പോയതാണ്. അയാളൊന്നും അറിഞ്ഞില്ല. അയാളുടെ മുമ്പിൽ വെച്ച് പോലീസ് ആ ബോഡി എക്സ്ക്യൂം ചെയ്തു. അത് കണ്ടു നിന്ന് ആ മനുഷ്യനാണ് മാനസിക നില തെറ്റിയത്. ദേവന്മാര് പിശാചാണെന്ന് പറഞ്ഞ് പൂട്ടിയിട്ടിരുന്നു. ആ മനുഷ്യനെയും കൊന്നുകളഞ്ഞു. നീചന്മാരാണ് ഇവർ കാണിക്കുന്നത്. മുഴുവൻ പൈശാചികമാണ്. ദൈവത്തിന്റെ എന്ന പേരിൽ, കർത്താവിന്റേതെന്ന പേരിൽ ദുർവ്യാഖ്യാനങ്ങൾ വചനത്തിന് നൽകിക്കൊണ്ട് ഇവർ പാപം ജനത്തെ കൊന്നുകളയുകയാണ്. എന്നിട്ട് വിശുദ്ധ ജീവിതം പറഞ്ഞു നടക്കുകയാണ്. മരുന്ന് നിരോധിക്കുന്നതിൽ കുഴപ്പമില്ല, നിരോധികൾ നിരോധിക്കരുതെന്ന് ഇടയ്ക്കാരോ പറയുന്നത് കേട്ടു. ഷണ്ണന്മാരാണിവർ എന്ന് പറഞ്ഞ് വാനോളം പുകർത്തി നടക്കുമ്പോൾ ചില ഭാഗങ്ങളിലെങ്കിലും നിരോധികൾ ലഭ്യമായിരിക്കുന്നു എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവകളുടെ എല്ലാം തെളിവുകൾ അടക്കം എന്റെ കയ്യിൽ ലഭ്യമായിട്ടുണ്ട്. ഇതൊന്നും എന്റെ വിഷയമല്ല, ഞാനിതിന്റെ പുറകെ പോകുന്നുമില്ല. അവകൾ തെറ്റുമല്ല. നിരോധികൾ ഉപേക്ഷിച്ചാൽ, നിരോധികൾ നിരോധിച്ചാൽ പല ഷണ്ണന്മാരും ഷണ്ണന്മാരല്ല എന്ന് തെളിയും. അതുകൊണ്ട് ഷണ്ണത്വം നിലനിൽക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സംഭവിക്കും. കത്തോലിക്ക സഭയിൽ അഭയ കേസ് നടന്നതുപോലെ ഇതിനകത്ത് കനകരാജ് കൊലപാതകം പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാതെ അവർ ഇതിന്റെ അകത്ത് സൂക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം മനുഷ്യരാണ്. ഇവര് പറയുന്നത് പോലെ ഇതൊന്നും മാനത്തൊന്ന് പൊട്ടി വീണതൊന്നുമല്ല. ഇതൊന്നും വിശുദ്ധ മാലാഹമാരുമല്ല. ഇതെല്ലാം മനുഷ്യരാണ്. ഇവന്മാര് ഷണ്ണൻ ഷണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഷണ്ണൻ എന്ന് പറയുന്നതിനേക്കാൾ വരി ഉടയ്ക്കണം, അങ്ങനെ ഷണ്ണനാക്കണം, എങ്കിൽ ഈ പ്രശ്നം വരില്ല. അതുകൊണ്ട് വിശുദ്ധി എന്ന് പറയുന്നത് വിവാഹം കഴിക്കാതിരിക്കുന്നതല്ല, ഭാര്യ ഭർത്തൃബന്ധത്തിലെ ലൈംഗിക ബന്ധം പാപവുമല്ല, അത് വിശുദ്ധിക്ക് കുറവുമല്ല. സഭയിൽ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം, അതൊക്കെ നല്ലതാ. ദൈവത്തിന്റെ പൂർണ്ണ ഇഷ്ടം ചെയ്യുവാൻ മനസ്സുള്ളവരായിരിക്കണം, അതും നല്ലതാ. അത് പാസ്റ്റർക്ക് മാത്രം പോലെ വിശ്വാസിക്കും വേണം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരും ആത്മാവിനാൽ നടത്തപ്പെടുന്നവരുമായിരിക്കണം, അത് വിശ്വാസിക്കും വേണം. നുറുക്കപ്പെടുന്നതിനും തികച്ചും നിസ്വാർത്ഥമായ ജീവിതം നയിക്കുവാൻ മനസ്സുള്ളവരുമായിരിക്കണം, വിശ്വാസികൾക്കും വേണം. സകലവിധ പാപങ്ങളും വിട്ടകന്നവരായിരിക്കണം, വിശ്വാസികൾക്കും അതെ. ദൈവം തങ്ങളുടെ മേലാക്കിയിട്ടുള്ളവരെ അനുസരിച്ച് കീഴ്പ്പെടുന്നവരായിരിക്കണം, അത് പാർട്ടിയിലും അതെ, അല്ലെങ്കിൽ ആ പാർട്ടി നശിച്ചു പോകും. കർത്താവിന്റെ ദാസന്മാരായ ശുശ്രൂഷകർ ആയിരിക്കേണ്ടതിന് തങ്ങൾക്കുള്ളതെല്ലാം പൂർണ്ണമായി പ്രതിഷ്ഠിച്ചവരായിരിക്കണം, എല്ലാം വിറ്റ് സംഘടനയ്ക്ക് കൊടുത്തവരായിരിക്കണം. അത് നല്ലൊരു ഐഡിയ ആണ്. ഇവകൾക്കൊന്നും വചനപരമായ അടിസ്ഥാനമില്ല എന്ന് ജനം തീർത്തും തിരിച്ചറിഞ്ഞിരിക്കണം. ഇവര് പറയുന്ന പൗരോഹിത്യം വചനം പറയുന്നതല്ല. ഇനി ശുശ്രൂഷകർക്ക് വിശ്വാസികളിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ല, രണ്ടും ഒരേ കാറ്റഗറി തന്നെയാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ശുശ്രൂഷകർക്ക് അല്ലെങ്കിൽ ശുശ്രൂഷ തികച്ചിട്ട് ചെന്നവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ പത്രോസ് പറയുന്നു, ഇടയശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് വാടാത്ത കിരീടം ലഭിക്കും. അപ്പോൾ ഒരു മാർക്ക് ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശുശ്രൂഷ തികച്ചാൽ.
അത് കർത്താവിന് വേണ്ടി പൂർണ്ണസമയം ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു എന്ന കാരണത്താൽ ലഭ്യമാകുന്ന ഒരു പ്രത്യേക റിവാർഡ് ആയിരിക്കാനാണ് സാധ്യത. അല്ലാതെ അതിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ തിരിച്ചറിയുക. ഒരു സഭ നടത്താൻ വേണ്ടി ക്ഷണനായിരിക്കേണ്ട ഒരു കാര്യമില്ല. പൗലോസ് ആയിരുന്നത് പോലെ ഇവരായിരിക്കുന്നു എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഒരു പരിപാടി നടക്കുന്നുമില്ല. അതുകൊണ്ട് TPM എന്ന സംഘടനയുടെ സഭാ നടത്തിപ്പിന് എവിടെ പറഞ്ഞ ഒരു കച്ചവടത്തിന്റെ ആവശ്യമില്ല. പിന്നെ സംഘടന വളർത്തി വലുതാക്കാൻ ഇതെല്ലാം കൂടി വിറ്റുപറക്കി സ്വത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇവകൾക്കൊന്നും വചനവുമായി യാതൊരു ബന്ധവുമില്ല എന്നും ഇത് പൂർണ്ണമായ കൾട്ടാണ് എന്നും ജനം തിരിച്ചറിഞ്ഞിരിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.